ബീഹാറിലെ ഗയ ജില്ലയിലെ സ്വന്തം ശവസംസ്കാരം നടത്തി റിട്ടയർഡ് വ്യോമസേന ഉദ്യോഗസ്ഥൻ 74-കാരനായ മോഹൻലാലാണ് സ്വന്തം ശവസംസ്കാരം നടത്തിയത്. ചടങ്ങുകൾക്കും ഘോഷയാത്രയ്ക്കും ശേഷം വിലാപയാത്രയായി ശ്മശാനത്തിലേക്ക് പോകുമ്പോഴാണ് താൻ മരിച്ചിട്ടില്ലെന്ന കാര്യം ഇയാൾ എല്ലാവരെയും അറിയിക്കുന്നത്. നിങ്ങളുടെ മരണശേഷം ആർക്കാണ് ഏറ്റവും കൂടുതൽ ദുഃഖം തോന്നുക? ഇത്രമാത്രം സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും. ആരൊക്കെ അവസാനമായി നിങ്ങളെ കാണാൻ വരും? ഇതെല്ലാം ജീവനോടെ ഇരിക്കുമ്പോൾ അറിയണമെന്ന് പലർക്കും ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മരണം അഭിനയിച്ച് നോക്കാൻ തോന്നാറുണ്ടോ? പറഞ്ഞു വരുന്നത് ദുൽഖർ അഭിനയിച്ച മലയാള സിനിമയായ ചാറിയിലെ ഒരു രംഗമല്ല, മറിച്ച് ബീഹാറിലെ ഒരു യഥാർത്ഥ കഥയാണ്. ബീഹാറിലെ ഗയ ജില്ലയിലെ ഗുരാരു ബ്ലോക്കിലെ കൊഞ്ചി ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. കഥാനായകൻ 74 വയസ്സുള്ള മുൻ വ്യോമസേന സൈനികനായ മോഹൻലാലാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം ശവസംസ്കാര ചടങ്ങുകൾ സംഘടിപ്പിച്ചാണ് അദ്ദേഹം എല്ലാവരെയും ഞെട്ടിച്ചത്. മോഹൻലാലിന്റെ മരണവാർത്ത കേട്ട് നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. മൃതദേഹവുമായുള്ള വിലാപയാത്ര ശ്മശാനത്തിലേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹം എഴുന്നേൽക്കുകയായിരുന്നു. അത് കണ്ട് എല്ലാവരും ഞെട്ടി. പിന്നെ ഒരു പ്രതിമ കത്തിച്ചാണ് ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. വന്നവരെ എല്ലാവരെയും അദ്ദേഹം സൽക്കരിക്കുകയും ചെയ്തു. ഗയയിലെ ഒരു പ്രസിദ്ധ സാമൂഹ്യ പ്രവർത്തകനാണ് മോഹൻലാൽ. സാമൂഹ്യ സേവനത്തിനിടയിൽ ജനങ്ങൾക്ക് നൽകിയ ശ്രദ്ധേയമായ നേട്ടങ്ങൾക്കും സംഭാവനകൾക്കും പേരുകേട്ടയാളാണ് അദ്ദേഹം. ആരാണ് തന്നെ അവസാനമായി ഓർക്കുന്നതെന്നും കാണാൻ വരുന്നതെന്നും കാണാൻ വേണ്ടിയാണ് സ്വന്തം ശവസംസ്കാര ചടങ്ങുകൾ സംഘടിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.